ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് റോബസ്റ്റെ കൊണ്ടൊരു പഴംപൊരി ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പം വീഡിയോ ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. നമ്മൾ റോബസ്റ്റ പഴം ഒരു 3-4 പഴം എടുത്തിട്ടുണ്ട്. നമ്മൾ തൊലിയെല്ലാം കളഞ്ഞിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ നടുക്കൂടെ ഇതുപോലെ മുറിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ സ്ലൈസായിട്ട് കഴിഞ്ഞെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 2 സ്പൂണ് അരിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1 സ്പൂണ് പഞ്ചസാര, ടീസ്പൂണല്ല 1 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിളക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നല്ലൊരു മഞ്ഞ കളറായിട്ട് തന്നെ അടിപൊളി കളറായിട്ട് കിട്ടും. നല്ലൊരു പഴംപൊരിക്ക് നല്ലൊരു കളർ കിട്ടും. അപ്പം നമുക്ക് ആവശ്യം വെള്ളം കൂടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒത്തിരി വെള്ളം കൂടാതെ ഈ ഒരു പരുവത്തിൽ കുഴച്ച് ഈ ഒരു പരുവത്തിൽ എടുക്കണം. ഒത്തിരി വെള്ളം കൂടി പോകല്ലേ. അതിന് നമുക്ക് 15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റിയതിന് ശേഷം നമുക്ക് ഫ്രൈ പാനിനകത്തോട്ട് ഓയിൽ തിളച്ചതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ബാക്കിയുള്ള രണ്ടാമത്തെ സെറ്റിൻ്റെ പഴംപൊരി രണ്ട് ഇതുപോലെ ഞാനൊന്ന് മിക്സ് ആക്കി ഇതുപോലെ വെക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി വെള്ളം പോലായി പോകല്ലേ. ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഈ ഒരു ഞാൻ കാണിച്ച ആ ഒരു പരുവത്തിലേക്ക് ഇട്ടാവും. അല്ല പിന്നെ ഇവിടുത്തെ എല്ലാം കൂടെ വെള്ളം പോലെ ഒലിച്ചു വരും ഇടാൻ നേരം. അപ്പം നമുക്കിത് ബ്രൗണിഷ് പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. നമുക്ക് 4 മണിക്കൊക്കെ ചായക്കും ഒക്കെ ഉള്ളൊരു അടിപൊളി ടേസ്റ്റുള്ള ഐറ്റം തന്നെയായിരുന്നു. ഞാനിത് റെസിപ്പി ഉണ്ടാക്കി കഴിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഞാനത് എഡിറ്റ് ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഐറ്റം തന്നെയായിരുന്നു. അപ്പം ഇതുപോലെ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക, അല്ല പെട്ടെന്ന് കരിഞ്ഞൊന്നും പോയാറില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ബ്രൗണിഷ് പരുവാകുമ്പോൾ നമുക്കിത് തിരിച്ചിടാം. ഈ ഒരു പരുവാകുമ്പോഴത്തേൽ നിന്ന് നമുക്ക് എടുക്കാം കേട്ടോ. നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒത്തിരി കരിഞ്ഞു പോകാതെ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് എടുക്കണം. അപ്പം നമുക്ക് ഞാനിതിങ്ങനെ കോരിയെടുക്കുവാണ്. അപ്പം വേണ്ട ഈ ഒരു പരുവത്തിൽ കണ്ടോ, ഒത്തിരി കരിഞ്ഞും പോയില്ല. ബ്രൗണിഷ് പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പം ഞാൻ രണ്ടാമത്തെ സെറ്റ് ഇതുപോലെ തന്നെ ഇടുകയാണ്. 2 സെറ്റ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഓയിലിലോട്ട് തന്നെ രണ്ടാമത്തെ സെറ്റ് ഉണ്ടാക്കി തിരിച്ച് മറിച്ച് വിട്ട് എടുത്തു. അപ്പം നമ്മുടെ കണ്ടോ നമ്മുടെ റോബസ്റ്റ പഴംപൊരി ഇവിടെ റെഡിയാക്കി കിട്ടി. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഐറ്റം കേട്ടോ. പഴം ഓൾറെഡി അടിപൊളിയായിട്ട് പഴുത്തായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ കുറിച്ച് നോക്കുമ്പോൾ കേട്ടോ, ഇതുപോലെ നല്ല ടേസ്റ്റുള്ള ഐറ്റം തന്നെയായിരുന്നു. അപ്പോൾ വീട്ടിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഓയിലൊക്കെ ഒന്ന് വലിഞ്ഞതിന് ശേഷം നമുക്ക് കുട്ടികൾക്കും പിള്ളേർക്കും ഒക്കെ കൊടുക്കുന്നവർക്കെല്ലാം കൊടുത്ത് കഴിക്കാം. അപ്പോൾ ഓയിലൊന്ന് വാർന്നതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്.